ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് ശുചിത്വം ഉറപ്പാക്കാനായി ശാശ്വതമായ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ മലിനജലം ചോർച്ചയടക്കം കണ്ടെത്തിയിരുന്നു. ദേവസ്വം അധികൃതരുടെ സമീപനത്തോട് അതൃപ്തിയെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിവരങ്ങൾ രേഷ്മ ബാബു നൽകും. രേഷ്മ, ഈ ക്ഷേത്ര പരിസരം എല്ലാ സമയത്തും ശുചീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശുചീകരണത്തിന്റെ ആവശ്യകത എന്താണ് എന്ന സന്ദേശം ഒരിക്കൽ കൂടി ഹൈക്കോടതി നൽകുകയാണ്. മാത്രമല്ല, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിലൊക്കെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഈ ബോർഡിനെ രൂക്ഷഭാഷയിൽ കോടതി വിമർശിക്കുകയാണ്. രേഷ്മ, ഗൗതം, ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ഹൈക്കോടതി ആരോഗ്യ വിഭാഗത്തോട് അവരുടെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അത് പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ചില കർശന നിർദ്ദേശങ്ങളിലേക്കും ചില വിമർശനങ്ങളിലേക്കും കടന്നിട്ടുള്ളത്. ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ മലിനജല ചോർച്ചയടക്കമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആനക്കൊട്ടിലടക്കം വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പരിസ്ഥിതിയുടെ തകർച്ചയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഗുരുതരമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അത് മാത്രമല്ല, ഈ ദേവസ്വം അധികൃതരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഈ ഇത്തരം ഒരു സമീപനം കാട്ടുന്നത് തെറ്റാണെന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയിട്ടുണ്ട്. ദേവസ്വം അധികൃതരുടെ സമീപനത്തോട് ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇടക്കാല ഉത്തരവിൽ. ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പരിസരം ജീർണാവസ്ഥയിലാകാൻ ദേവസ്വം ഉദ്യോഗസ്ഥർ അനുവദിച്ചെന്നുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇത്തവണത്തെ ഇടക്കാല ഉത്തരവിൽ ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ ഓഡിറ്റ് നടത്തി അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ഒപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഓഡിറ്റ് അടക്കമുള്ള സംവിധാനങ്ങളും പരിശോധനയുമാണ് ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ അവിടെ നടത്തേണ്ടതെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് ശുചിത്വം ഉറപ്പാക്കാനായിട്ടുള്ള എല്ലാ പരിഹാര മാർഗങ്ങളും, അത് ശാശ്വതമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരും ദേവസ്വം അധികൃതരും ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. 17-ാം തീയതി ഈ വിഷയം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ഭക്തനും അതോടൊപ്പം തന്നെ നേരത്തെ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലുമാണ് ഈ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഭക്തരടക്കം സമാനമായിട്ടുള്ള ചില പരാതികൾ ഉന്നയിച്ചിരുന്നു. ക്ഷേത്രത്തിന്റെ പരിസരം, അതായത് ആനക്കോട്ടിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മലിനജലം ചോരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ മാലിന്യ കൂമ്പാരമാണ് പലയിടങ്ങളും കൃത്യമായിട്ട് വൃത്തിയാക്കാറില്ല, ശുചിത്വം ഉറപ്പാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു ആവശ്യം. എന്തായാലും കൃത്യമായിട്ട് പരിഹാര മാർഗങ്ങളും ഒപ്പം തന്നെ ശുചിത്വം ഉറപ്പാക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാനായിട്ടാണ് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ദേവസ്വം അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള ഇടക്കാല ഉത്തരവുകളിലേക്കും നിർദ്ദേശങ്ങളിലേക്കും ചോറ്റാനിക്കര ക്ഷേത്ര പരിസരം ശുചീകരണം, അത് ശാശ്വതമായ പരിഹാരം ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. രേഷ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.